ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ സിയമോളും ഓളെ ചങ്ങാച്ചിയും ഓളെ ചങ്ങാച്ചി പൊന്നു. അപ്പോൾ ഓല് രണ്ടാളും ഇങ്ങനെ പോവുകയാണ് കേട്ടോ, മദ്രസക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ സ്കൂളൊന്നുമില്ല. അപ്പോൾ ആക്കം പോലെ പോകാൻ മതി മദ്രസ ഇട്ടിക്കാണ്ട്. മറ്റേത് മദ്രസ ഇട്ടിക്കാണ്ട് ഓടും തിരിഞ്ഞിക്കാനൊന്നും ഒഴിവുണ്ടാവില്ല. അങ്ങനെ ഇങ്ങോട്ട് വണ്ടലേക്കാരം കേട്ടോ, പരിധിക്ക് ഇങ്ങോട്ട് വണ്ടി എത്തലേക്കാരം. അപ്പം മക്കളെ എന്നോട് പറയുകയാണെങ്കിൽ നമുക്കൊന്ന് വീഡിയോ നമ്മൾ പെരിയിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂൾ ഇല്ല, അപ്പോൾ ഒഴിവാണ്. അപ്പോൾ അതിങ്ങനെ വീഡിയോ എടുക്കാമെന്ന് ഇന്നത്തെ ദിവസം ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് കരുതി കാണാൻ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ലൈക്ക് അടിച്ചാൽ മറക്കല്ല കേട്ടോ. ആദ്യം തന്നെ പറയാനുള്ളത് അതാണ്. അപ്പോൾ തന്നെ നമുക്ക് രാവിലെ ചായക്കടി നൂൽപുട്ടാണ് കേട്ടോ. നൂൽപുട്ട് ചുട്ടപ്പോൾ തന്നെ തേങ്ങ ഇട്ടുകാണ്ട് അങ്ങനെ ഇതാക്കിയതാണ്. അപ്പോൾ ആ തേങ്ങ ഒരു വാടിയ തേങ്ങ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്കങ്ങനെ തോന്നിയിരിക്കുന്നു കേട്ടോ, ഭയങ്കര കഴിക്കാണ്ട്. പിന്നെ അതുമല്ല നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അങ്ങനെ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും ചെയ്യും, പാത്രത്തിലൊന്നും ഒട്ടില്ല. അപ്പോൾ അത് മഴയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല മഴയൊക്കെ ഉള്ള സമയമാണ്. നമ്മൾ ജനറ്റിന് മഴ ഇങ്ങനെ കണ്ടു കൊടുത്തിരിക്കുകയാണ് കേട്ടോ അവിടെ ജനവാതിലുമേൽ. അപ്പോൾ അതിന് ചെറുതായിട്ട് ഇങ്ങനെ ഒരു പനി പോലെ ഉണ്ടേനും, അപ്പോൾ അതിൻ്റെ ചൂടുമുണ്ട്. അപ്പോൾ കുറച്ചൊരു ചൂടേറെയാണ്. ഞാനിപ്പോൾ ഇത് കറി ഉണ്ടാക്കാൻ വേണ്ടി ഇഞ്ചി ഇട്ടാൻ വേണ്ടി പോയതാണ് കറിയിക്കിടാൻ. അപ്പോൾ ഇന്നിപ്പോൾ കരുതിക്കുന്നത് നെയ്ച്ചോറും കോഴിക്കറി ഉണ്ടാക്കാമെന്നാണ് കരുതിക്കുന്നത് കേട്ടോ ഉച്ചക്കൊക്കെ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിയൊക്കെ വാട്ടിയെടുക്കുകയാണ്. ഇന്ന് ഞാൻ കൂടുതൽ അങ്ങനെയായിട്ട് കാണിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പം പറഞ്ഞില്ല, അങ്ങനെ ജനിട്ട് വന്ന പനിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഓനൊന്നിനും അയക്കണില്ല, ഒരു പണിക്കും അവനെ അയക്കണില്ല കേട്ടോ. ഞാനതിലേക്ക് ഉരുളങ്കിഴങ്ങ് ഇടുന്നുണ്ട് കേട്ടോ. ഈ കോഴിക്കറിക്ക് ഉരുളങ്കിഴങ്ങ് പുളിയും തക്കാളിയൊക്കെ വറ്റിക്കാണ്ട് ഉരുളങ്കിഴങ്ങ് ഇട്ടിക്കാണ്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി, വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും ഒക്കെ ഇട്ടിട്ടുകാണ്ട് കരിവേപ്പിൻ്റെ ഇലയും ഒക്കെ ഇട്ടിട്ടുകാണ്ട് നല്ലോണം വാട്ടിയാണ് എടുത്തുകാണ്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ടെടുക്കുക കേട്ടോ. അത് നല്ലോണം ഇളക്കിയിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം വാർന്നെടുത്തുകാണ്ട് അത് വിസിലടുപ്പിച്ച് കാണാൻ എടുക്കുകയാണ്. എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലും പറഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് കറി, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളകും പൊടി ഇട്ട് വെക്കുന്നുണ്ട്. അതേമാതിരി തന്നെ കുറച്ച് ഗരം മസാലൻ്റെ പൊടി ഇട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ആക്കിക്കാണ്ട് കുറച്ച് വെള്ളം കാണാണ്ട് അത് വിസിലടുപ്പിച്ചാണ്. അപ്പോൾ അതവിടെ കടന്ന് വീണ നേരം കൊണ്ട് ഞങ്ങൾക്ക് അതിൽക്കൊരു തേങ്ങ പൊടിച്ചിടണം. അപ്പോൾ തേങ്ങ പൊടിച്ചിട്ട് ഏതാണ്ട് അവിട്ടിട്ട് കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കിക്കാണ്ട് പാർന്നാൽ മതി. അപ്പോൾ ഞാൻ അടുപ്പത്ത് നെയ്ച്ചോറും തീമിട്ട് കൊണ്ടു കേട്ടോ. നമ്മൾ സാധാരണ ഏലക്കായും പട്ടയും ഗ്രാമ്പും ഒക്കെ നെയ്യും വെളിച്ചെണ്ണയും ഓയിലും പറഞ്ഞിക്കാണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തുകാണ്ട് ആവശ്യത്തിനുള്ള വെള്ളം പറഞ്ഞിട്ട് ഉപ്പും മല്ലിൻ്റെലേക്ക് ഇട്ട് കൊടുത്തുകാണ്ട് റെഡിയാക്കിയതാണ്.
അപ്പോൾ അതാ നമ്മൾ ചോറത്തേക്ക് അങ്ങനെ തിളച്ച് വന്നപ്പോൾ എന്താട്ടിയത് ഞാൻ റൈസ് കുക്കർക്ക് എടുത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ റൈസ് കുക്കറിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ വന്നോളും. നമ്മളിങ്ങനെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ പിന്നെ ഇങ്ങനെ നോക്കിക്കണ ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിക്കാണ്ട് ഒന്നിങ്ങാണ്ട് അമർത്തിട്ടെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചോറ് നല്ല സാറ് ചോറ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ പിന്നെ കറിയാണ് തീ വെച്ചതാണ്ട് അതിക്ക് തേങ്ങാപ്പാലാണ് പാർന്നു. കറി നല്ലോണം തിളച്ചേക്ക് അതിക്ക് തേങ്ങാപ്പാലാണ് പാർന്നു കേട്ടോ. ഇനി തേങ്ങാപ്പാൽ നല്ലോണം ചൂടായിട്ട് വന്നിക്കാണ്ട് വരുമ്പോൾ നമുക്ക് ഗ്യാസ് കൊണ്ട് ഓഫാക്കാം കേട്ടോ. പിന്നെ തിളക്കാൻ പാടില്ല. തേങ്ങാപ്പാൽ പറഞ്ഞാൽ പിന്നെ തിളക്കരുത്. അത് പിന്നെ ഗ്യാസ് കൊണ്ട് ഓഫാക്കണം. അതന്നെയുള്ളൂ പരിപാടി. അപ്പം അങ്ങനെ അതാണ് കഴിഞ്ഞു. അപ്പോൾ താ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് രണ്ട് വിരുന്നേരൊക്കെ വന്നിന്. ആദ്യം ഒരാൾ വന്നു. അപ്പോൾ അവൾക്ക് ചായ ഉണ്ടായി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞാണ്ട് അത് കൊണ്ട് വെച്ചെടുത്തു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നോക്കി ചോറ് നോക്കി ഞങ്ങൾ റൈസ് കുക്കറിലാണ് ചോറ് നല്ലോണം വെള്ളം വാർന്നിക്കണു. പിന്നെ നമ്മൾ കുറച്ച് കറിയൊക്കെ കുറച്ച് മല്ലിൻ്റെ ഇല ഇട്ടെടുത്തു. അങ്ങനെ ചോറിൻ്റെയും കറിൻ്റെ ഒക്കെ പരിപാടി കഴിഞ്ഞു. പിന്നെ എന്താ വേറെ രണ്ടാളും പാടെ വന്നിട്ടോ. അപ്പോൾ ഓൽക്കും ചായയൊക്കെ അവിടെ കൊണ്ടുവച്ചെടുത്തേക്കാണ്. ആരും ഇല്ലാട്ട് വരുന്നത് നമ്മളെ ഇക്കാൻ്റെ ചങ്ങായിമാരാണ് വരുന്നത്. മൂപ്പരെ കാണാൻ വേണ്ടി വരികയാണ് കേട്ടോ. അപ്പോൾ അതാ ചോറൊക്കെ നല്ലോണം വെന്ത് കണ്ടില്ല ഞങ്ങൾ. നല്ലോണം കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നല്ലോണം വെന്ത് കൊണ്ട് ചോറ് പാകത്തിന് വേവിക്കണം. എന്നാലും കുടുക്കൻ്റെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. നല്ല ചോറാണ് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പോൾ അതാ പിന്നെ എല്ലാം കഴിഞ്ഞാണ് പിന്നെ ചോറ് വെച്ചാലുള്ള പരിപാടിയാണ് കേട്ടോ ഉച്ചക്ക്. അപ്പോൾ ചോറിന് ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള സംഭവങ്ങൾ. ഞായറാഴ്ച ആയതുകൊണ്ട് കുട്ടികളൊക്കെ സ്കൂളില്ലാത്ത ദിവസമാകുമ്പോഴേ അതങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയ രസമല്ലോ. കുട്ടികളും വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയ രസമുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതാ കഴിഞ്ഞ് പിന്നെ 4 മണിക്ക് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ അടുക്കളയ്ക്ക് വരുന്നത്. അപ്പോൾ പിന്നെ ഇനി കുറച്ച് ചായ ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് പഴം ഉണ്ടേന് കേട്ടോ. പഴം കുറച്ച് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഴംപൊരി ഉണ്ടാക്കാമെന്ന് കരുതിട്ടോ. അപ്പോൾ ചായ വെച്ചതാണ്ട് ഇനി പഴംപൊരിക്ക് മാവ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1.5 കപ്പ് മൈദ എടുത്തിരിക്കണം കേട്ടോ. 1.5 കപ്പ് മൈദ എടുത്തിക്കണു. അതേമാതിരി തന്നെ ഒരു കയ്യിലോളം അരിപ്പൊടി ഇട്ടുക്കണു. പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. 1.5-2 സ്പൂണോളം പഞ്ചസാര ഇട്ടുക്കണു. കുറച്ച് ഉപ്പ് ഇട്ടെടുത്തുക്കണു. പിന്നെ ഒരു 2 സ്പൂണ് വിനാഗിരി ഇട്ടോ, സുർക്ക ഒറ്റിച്ചെടുത്തുക്കണം കേട്ടോ. പിന്നെ ഒരു നുള്ള സോഡപ്പൊടി ഇട്ടെടുത്തുക്കണം. അതിന് ഇത് നല്ലോണം അങ്ങോട്ട് മിക്സാക്കി കുഴച്ച് കൊണ്ട് എടുക്കണം കേട്ടോ. നല്ലോണം അങ്ങോട്ട് പാകാക്കി എടുക്കുകയാണ്.
അപ്പോൾ മക്കളെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടാൻ പാടില്ല. പിന്നെ എല്ലാ ഉപ്പും ചോളപ്പൊടിയും ഒക്കെ ചേർത്ത് കുഴച്ചിട്ട് നമ്മളൊരു 1 സ്പൂൺ 1.5 സ്പൂണോളം സുർക്ക അല്ലെങ്കിൽ തൈര് ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ ഒഴിച്ചെടുത്തുകൊണ്ട് നല്ലോണം കുഴച്ച് സാധാരണ നമ്മൾ മാവ് കുഴച്ച് കുറേ സമയം വെക്കണം ഇതങ്ങനെ വെക്കണ ആവശ്യമില്ല കേട്ടോ. അത് നമുക്ക് അപ്പളേ പിന്നെ നമുക്ക് ചുട്ടെടുക്കട്ടോ. അപ്പോൾ നല്ല പതും മയവും ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഒരു പതമുള്ള നല്ല മട്ടത്തിലുള്ളൊരു പഴംപൊരി കാരം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയാണ് കേട്ടോ. എന്നിട്ട് അഭിപ്രായം അറിയിച്ചേണ്ടേ. അപ്പോൾ വീഡിയോ മക്കളെ നിങ്ങളോട് പറയണേ, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും പുതിയതായി കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടെ. എന്നാലാണ് എന്നിട്ട് ആ ഓളെന്ന ഓപ്ഷൻ ഇല്ലേ അതൊന്നും അവിടെ നെക്കി വെച്ചാൽ എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോഴാണ് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വിശേഷം.